നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻസേർട്ട് ടാബിലെ പിക്ചേഴ്സിനെ കുറിച്ചാണ്. നമ്മുടെ ഡോക്യുമെൻറ്റിലോട്ട് എങ്ങനെയാണ് പിക്ചർ ഇൻസേർട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വേർഡിലെ ഇൻസേർട്ട് ടാബ് ഓപ്പൺ ചെയ്യുക. അതിൽ പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മുടെ ഫോൾഡറിലോട്ട്, നമ്മുടെ ഗാലറിയിലോട്ടാണ് നേരെ വരിക. അതിൽ നമ്മുടെ പിക്ചർ ഏതിലാണുള്ളത്, എവിടെയാണുള്ളത്, ആ ഒരു പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ പിക്ചർ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിലാണ് പിക്ചേഴ്സ് ഉള്ളത്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇൻസേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പിക്ചർ ഇവിടെ ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പിക്ചർ ടൂൾ ഓപ്പണായി വന്നിട്ടുണ്ട്, ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെലക്ഷൻ ഇവിടുന്ന് പോയാൽ ആ ഒരു പിക്ചർ ടൂൾ അവിടെ നിന്ന് ഡിസപ്പിയർ ആവും. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിക്ചറിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫോർമാറ്റ് എന്ന് പറയുന്ന ടൂൾ ഇവിടെ ഓപ്പൺ ചെയ്ത് വരും. ഓക്കെ, ദെൻ ഇപ്പോൾ വന്നിട്ടുള്ള ഈ പിക്ചർ എങ്ങനെയാണ് ക്രോപ്പ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് നോക്കുന്നത്. അപ്പോൾ ക്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്രോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. ക്രോപ്പ് കണ്ടോ? അപ്പോൾ ഇതിൻ്റെ കോർണേഴ്സുകളിൽ, സൈഡുകളിലൊക്കെ ഇങ്ങനെ ഒരു ബോർഡർ വരും, ഇങ്ങനെ ഒരു ഡാർക്ക് കളറിലുള്ള ഒരു ആരോസ് ഒക്കെ വരും. ഇത് നമ്മൾ ജസ്റ്റ് താഴോട്ട് നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ഇത് താഴോട്ടോ സൈഡിലോട്ടൊക്കെ ആയിട്ട് മൂവ് ചെയ്യിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ചെയ്താൽ മതി. നമ്മൾ ഫോണിലൊക്കെ ഫോട്ടോസ് ക്രോപ്പ് ചെയ്യില്ലേ, അതേപോലെ തന്നെ കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് എത്രയാണോ ക്രോപ്പ് ചെയ്യേണ്ടത് അത് ചെയ്ത ശേഷം ഒന്നെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ക്രോപ്പ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു പിക്ചറിനെ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഈ ഒരു പിക്ചറിന് നമ്മൾ എങ്ങനെയാണ് ഒരു ബോർഡർ കൊടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അതിനിവിടെ പിക്ചർ ബോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഇത് സെലക്ട് ചെയ്യാം. അതിൽ നമുക്ക് ഏത് കളറിലുള്ള ബോർഡറാണ് വേണ്ടത് അത് ചൂസ് ചെയ്യാം. സപ്പോസ് ഞാനിവിടെ ബ്ലൂ എടുത്തു, പക്ഷേ ഇതിന് ചുറ്റും ബ്ലൂ കളർ ഉണ്ട്, പക്ഷേ അതിൻ്റെ ആ ഒരു ബോർഡർ തിന്നായതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ആ വെയിറ്റ് കൂട്ടി കൊടുക്കാം. അതിൻ്റെ കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് എത്രയാണ് വെയിറ്റ് വരേണ്ടത് അത് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് ബോർഡർ വന്നിട്ടുള്ളത്. നമുക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ മോഡലുള്ള ഡാഷസ്, ഏത് മോഡലുള്ള ബോർഡറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യുക. എന്നിട്ട് കണ്ടില്ലേ, ഇതിൽ ഏത് ടൈപ്പാണ് നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ബോർഡർ വേണ്ടാന്നുണ്ടെങ്കിൽ പിക്ചർ ബോർഡറിൽ പോയിട്ട് നോ ഔട്ട്ലൈൻ കൊടുത്താൽ മതി. ഓക്കെ, അടുത്തത് പിക്ചർ എഫക്ട്സ് ആണ്. പിക്ചറിന് നമ്മൾ എങ്ങനെയൊക്കെയാണ് എഫക്ട്സ് കൊടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ഇത് കണ്ടില്ലേ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഷാഡോ, റിഫ്ലക്ഷൻ, ഗ്ലോ, സോഫ്റ്റ് എഡ്ജസ്, അങ്ങനെ ഒരുപാടുണ്ട്. അത് ഓരോന്നും ചെയ്ത് നോക്കാം. കണ്ടില്ലേ, അതുപോലെ ഷാഡോയിൽ വരുമ്പോൾ താഴത്ത് ഷാഡോ വരുന്നപ്പോൾ തോന്നും. സോറി, താഴത്തല്ല, ഇതിന് മേലെ ഏറ്റി വരുന്നത് കണ്ടില്ലേ. ഓക്കെ, അതുപോലെ റിഫ്ലക്ഷൻ ആകുമ്പോൾ നമുക്ക് താഴെ ഒരു റിഫ്ലക്റ്റ് ചെയ്യുന്ന രൂപത്തിൽ വരും. അതുപോലെ ഗ്ലോ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഭംഗിയാക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് പിക്ചർ എഫക്ട്സ് അപ്ലൈ ചെയ്യുന്നത്. അടുത്തത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ചൂസ് ചെയ്യാം. കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഇത് നമുക്കിതിൽ മാറ്റം വരുത്താനും പറ്റില്ല. എന്നിട്ട് കീപ് ചേഞ്ചസ് കൊടുക്കുന്ന സമയത്ത് അത്രയും ആ ഒരു കളേഴ്സ്, ആ ഒരു വൈലറ്റ് കളർ വന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ എന്തായിട്ട് മാറും, അവിടുന്ന് റിമൂവ് ആവും. അതായത് അതൊക്കെയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതൊക്കെ റിമൂവ് ആവുന്നതാണ്. അടുത്തത് വേണമെങ്കിൽ നമുക്ക് ഡ്രോ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏരിയാസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് മാർക്ക് ഏരിയാസ് ടു റിമൂവ് എന്ന് കൊടുക്കുക. എന്നിട്ട് ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് കീപ് ചേഞ്ചസ് എന്ന് കൊടുക്കുമ്പോൾ അത്രയും പോർഷൻസ് മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത്. ഡിസ്കാർഡ് ഓൾ ചേഞ്ചസ് എന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഡിസ്കാർഡ് ആവുന്നതാണ്. അടുത്തത് എങ്ങനെയാണ് കളർ എഫക്ട്സ് കൊടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് ഇവിടെ കളർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ പോവുക. അതിൽ നമുക്ക് ഏത് ടൈപ്പ് കളറാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ സാച്ചുറേഷൻ മാറുന്നത് ഇങ്ങനെ കാണാം. ഓക്കെ അല്ലേ. അടുത്തത് ഇവിടെ ആർട്ടിസ്റ്റിക് എഫക്ട്സ് ഉണ്ട്. അതിന് ഇതിലോട്ട് പോയിട്ട് നമുക്ക് ഏത് ടൈപ്പിലുള്ള എഫക്ട്സ് ആണോ വേണ്ടത്, ആർട്ടിസ്റ്റിക് എഫക്റ്റ് ആണോ വേണ്ടത് അത് ചൂസ് ചെയ്യാവുന്നതാണ്.
അടുത്തത് കറക്ഷൻസ് ആണ്. കറക്ഷൻസ് കണ്ടില്ലേ, നമുക്ക് ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഇതിൻ്റെ കോൺട്രാസ്റ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ പോയാൽ മതി. ഓക്കെ. അടുത്തത് പിക്ചർ സ്റ്റൈൽസ് ആണ്. നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. കണ്ടില്ല, നമുക്ക് ഈ ഓവൽ ഷേപ്പ് ആണെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. ഇത് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു ഡോക്യുമെൻ്റിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഒരു പിക്ചറും ടെക്സ്റ്റും ഒരുമിച്ച് അറേഞ്ച് ചെയ്യാമെന്നതാണ് നോക്കുന്നത്. അതിന് വേണ്ടി നമുക്കൊരു പാരഗ്രാഫ് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഈക്വൽ ടു റാൻഡ് അടിക്കാം. ഓക്കെ, ഒരു പാരഗ്രാഫ് ഇവിടെ ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. എന്നിട്ട് ഈ പിക്ചർ ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് ടൂൾ പോയിട്ട് ഇവിടെ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പൊസിഷൻസ് കാണിക്കും. അതായത് ടെക്സ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വേണമെങ്കിൽ പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് ചൂസ് ചെയ്യേണ്ടത്. അടുത്തത് അങ്ങനെ മാറ്റി കൊടുക്കാം. നമുക്ക് ഇത്രയും ഓപ്ഷൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനനുസരിച്ച് ഇങ്ങനെ മാറ്റി കൊടുക്കാം. അടുത്തത് റാപ്പ് ടെക്സ്റ്റ് ആണ്. ഇവിടെ പോവുക, എന്നിട്ട് കണ്ടില്ലേ എന്താ വെച്ചാൽ ബിഹൈൻഡ് ദി ടെക്സ്റ്റിൻ്റെ പിറകിലായിട്ടാണ് ഇവിടെ എന്താ വരിക, ഇമേജസ് വരിക. അങ്ങനെ നമുക്കതിൽ ടെക്സ്റ്റും പിക്ചറും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതാണ് സൈസ് ഇൻക്രീസ് ചെയ്യൽ. നമുക്കൊരു പിക്ചറിൻ്റെ സൈസ് വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. ഹൈറ്റും വെടുത്തുമാണ് ഇൻക്രീസ് ചെയ്യുക. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഡിക്രീസ് ചെയ്യാനാണ് ഇത്. അതുപോലെ അതിൻ്റെ വെടുത്ത് ഇൻക്രീസ് ചെയ്യാനാണിത്. ഇവിടെ പോയാൽ വെടുത്ത് ഡിക്രീസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഈ ബബിൾസ് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോഴും ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ആവുന്നതാണ്. ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അടുത്തത് അലൈൻമെൻ്റ് ആണ്. നമുക്ക് ഒരു ടെക്സ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അലൈൻ ലെഫ്റ്റ് കൊടുക്കുക. അതുപോലെ അലൈൻ റൈറ്റ്, അങ്ങനെ നമുക്ക് എവിടേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൊടുത്താൽ മതി. അലൈൻ ടോപ്പ്, അലൈൻ ബോട്ടം അങ്ങനെ കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇതിലോട്ട് ഇപ്പോൾ ഈ ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്തു, ഈ ഒരു എഫക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തു. നമുക്കിതൊന്നും വേണ്ട, നമുക്ക് പഴയ പോലെ തന്നെ ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ റീസെറ്റ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. കണ്ടില്ലേ, എങ്ങനെ ആയിരുന്നു ആ പിക്ചർ ഉണ്ടായിരുന്നത് അതുപോലെ വരും. അപ്പോൾ ഇത്രയാണ് ഒരു പിക്ചർ ടൂൾസിൽ നമുക്ക് പഠിക്കാനുള്ളത്.